ഹായ് ഫ്രണ്ട്സ്, ലാലീസ് ഫുഡ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുബൂസാണ്. നമുക്കൊരു കുബൂസ് ഉണ്ടാക്കി നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കണം. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250-ൻ്റെ 2 കപ്പ് മൈദയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ച ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ അത്രയും വേണ്ട, കുറച്ചും കൂടെ ലൂസായിട്ട് വേണം. അപ്പോൾ ഇതുകൊണ്ട് ഈ പരുവം വരെ നന്നായിട്ട് കുഴയ്ക്കണം. ഇത് കുഴയ്ക്കുന്നതിന് മുമ്പ് അല്പം ആവശ്യത്തിന് ഉപ്പും കൂടി ഇടേണ്ടതായിരുന്നു. അത് ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ പറയാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. അപ്പം നന്നായിട്ട് ഒന്നും കൂടെ, ഇത്രയും പോരാ, നമുക്ക് ചിക്കൻ ടോപ്പിലിട്ട് ഒന്നും കൂടി ഒരു 6 മിനിറ്റ് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പം മാവ് നമ്മളിവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിന് മുമ്പ് നമ്മൾ ഈ ബൗളിൽ ഒരു ശകലം എണ്ണ ഒഴിക്കണം. അതിനുശേഷം മാവ് വെച്ചിട്ട് മാവിൻ്റെ പുറത്തൊരു ലേശം എണ്ണയൊന്ന് പുരട്ടണം. ഇനി നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചോ അല്ലെങ്കിൽ ഒരു വെള്ള തുണി വെച്ചിട്ട് അടച്ചോ നമുക്ക് 2 മണിക്കൂർ വയ്ക്കാം. അപ്പോൾ മാവ് റെഡിയായെന്ന് നമുക്കൊന്ന് നോക്കാം. മാവ് ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ബൗളിലിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കുഴച്ചെടുക്കാം. നമുക്ക് ബോളായിട്ട് നമുക്കത് ഉരുട്ടി വയ്ക്കാം. അപ്പം നമ്മൾ എടുത്ത മാവ് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 9 എണ്ണത്തിനുള്ള മാവുണ്ടായിരുന്നു. അത് 9 ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ, അതായത് 2 ചപ്പാത്തിയുടെ കനം വരത്തക്ക രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒരെണ്ണം ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ഈ കനം വേണം, ഈ കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു നേരത്തെ പരത്തി വെച്ച മൈദ പാനിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 5 സെക്കൻഡ് ആയിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വരും. നോക്കി, ഈ ഒരു പരുവാന്ന് പറഞ്ഞാൽ നമുക്കിത് മാറ്റാം. ഇപ്പോൾ കുബൂസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് കറി വേണേലും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.